ഹൃദയസ്തംഭനം എന്നാൽ ഹൃദയത്തിന്റെ പ്രവർത്തനം നിലച്ചു എന്നല്ല അർത്ഥമാക്കുന്നത്. അതിനർത്ഥം ഹൃദയം അതിന്റെ കഴിവിനനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എന്നാണ്. ഹൃദയസ്തംഭനത്തിൽ ഹൃദയം സാധാരണയേക്കാൾ വളരെ കുറച്ച് രക്തം പമ്പ് ചെയ്യുന്നു. ഹൃദയസ്തംഭനം പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തിയാൽ ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. ആരോഗ്യകരമായ ജീവിതശൈലിയിലെ മാറ്റങ്ങളും ഭക്ഷണക്രമവും ജീവിത നിലവാരം തിരികെ കൊണ്ടുവരും. വിവിധ തരത്തിലുള്ള ഹൃദയസ്തംഭനങ്ങളെ 2 ഭാഗങ്ങളായി തരംതിരിക്കാം. ശ്വാസതടസ്സം. ഇടത് വെൻട്രിക്കുലാർ പ്രവർത്തനം കുറയുന്ന ഹൃദയസ്തംഭനം. ഇടത് വെൻട്രിക്കിൾ എന്ന് വിളിക്കപ്പെടുന്ന ഹൃദയത്തിന്റെ താഴത്തെ ഇടതറ വലുതാവുകയും ശരിയായ അളവിൽ ഓക്സിജൻ സമ്പുഷ്ടമായ രക്തം ബാക്കിയുള്ള ഭാഗത്തേക്ക് പമ്പ് ചെയ്യാനുള്ള ശക്തി നഷ്ടപ്പെടുകയും ചെയ്യുന്നു. സംരക്ഷിത ഇടത് വെൻട്രിക്കുലാർ ഫംഗ്ഷനുള്ള ഹൃദയസ്തംഭനം. ഹൃദയം പ്രവർത്തിക്കുകയും രക്തം സാധാരണഗതിയിൽ പമ്പു ചെയ്യുകയും ചെയ്തേക്കാം. എന്നിരുന്നാലും ഹൃദയത്തിന്റെ വെൻട്രിക്കിളുകൾ സാധാരണയേക്കാൾ കടുപ്പമുള്ളതും കട്ടിയുള്ളതുമായി മാറിയിരിക്കാം. ഇത് വെൻട്രിക്കിളുകളെ വിശ്രമിക്കാനും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യാൻ ആവശ്യമായ രക്തയോട്ടം സ്വീകരിക്കാനും അനുവദിക്കുന്നില്ല. ഹൃദയസ്തംഭനത്തിന്റെ ലക്ഷണങ്ങൾ. മിക്കപ്പോഴും ഹൃദയസ്തംഭനത്തിൽ ലക്ഷണങ്ങൾ വളരെ സൗമ്യമായതിനാൽ ശ്രദ്ധിക്കപ്പെടാതെയും പോകുന്നു. ഹൃദയസ്തംഭനം കാലക്രമേണ വഷളാവുകയും ഗുരുതരമായ ആരോഗ്യ അപകടങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. നിങ്ങൾ വ്യായാമം ചെയ്യുമ്പോഴോ കട്ടിലിൽ മലർന്നു കിടക്കുമ്പോഴോ നിങ്ങൾക്ക് ശ്വാസതടസ്സം ഉണ്ടാകാം. നിങ്ങളുടെ ശ്വാസകോശത്തിലേക്ക് ദ്രാവകം ബാക്കപ്പ് ചെയ്യുമ്പോഴോ ശരീരത്തിനാവശ്യമായ ഓക്സിജൻ അടങ്ങിയ രക്തം ലഭിക്കാതിരിക്കുമ്പോഴോ ശ്വാസതടസ്സം സംഭവിക്കുന്നു. ഇത് രാത്രിയിൽ ശ്വാസതടസ്സത്തിലേക്ക് നയിക്കുകയും പെട്ടെന്ന് നിങ്ങളെ ഉണർത്തുകയും ചെയ്യും. നിങ്ങളോ പ്രിയപ്പെട്ടവരോ ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും അനുഭവിക്കുകയാണെങ്കിൽ അടിയന്തര വൈദ്യസഹായം ആവശ്യമാണ്. നിങ്ങൾ സജീവമായിരിക്കുമ്പോൾ ക്ഷീണവും കാലുകൾക്ക് ബലക്കുറവും അനുഭവപ്പെടുന്നു. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ സമ്പുഷ്ടമായ രക്തം പമ്പ് ചെയ്യാൻ നിങ്ങളുടെ ഹൃദയം പരാജയപ്പെടുമ്പോൾ ദിവസം തിരക്കില്ലാതെ പോലും നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടുന്നു. നിങ്ങൾ സജീവമായിരിക്കുമ്പോൾ നിങ്ങളുടെ കാലുകൾക്ക് ബലഹീനത പോലും അനുഭവപ്പെടാം. തലകറക്കം, ആശയക്കുഴപ്പം, ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട്, ബോധക്ഷയം, നിങ്ങളുടെ ഹൃദയം വേണ്ടത്ര ഓക്സിജൻ അടങ്ങിയ രക്തം തലച്ചോറിലേക്ക് പമ്പ് ചെയ്യാത്തപ്പോൾ ഈ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു. ഇത് സംഭവിക്കുന്നത് നിങ്ങളുടെ പേശികളിലേക്കും ശരീരത്തിലെ വിവിധ അവയവങ്ങളിലേക്കും ശരിയായ ശക്തിയോടെ ആവശ്യമായ ഓക്സിജൻ അടങ്ങിയ രക്തം പമ്പ് ചെയ്യുന്നതിൽ പരാജയപ്പെടുമ്പോഴാണ്. ഹൃദയാഘാതത്തിന് ശേഷമോ രക്തത്തിലെ പൊട്ടാസ്യത്തിന്റെ അളവ് വർദ്ധിക്കുന്നതിനാലോ ഇത് സംഭവിക്കാം. വരണ്ട ഹാക്കിംഗ് ചുമ. ഹൃദയാഘാത സമയത്ത് ശ്വാസകോശത്തിൽ അധിക ദ്രാവകം നിറയുമ്പോൾ അത് വരണ്ടതും തുടർച്ചയായതുമായ ചുമയിലേക്ക് നയിക്കുന്നു. വീർത്തതോ കഠിനമായതോ ആയ വയറ്, വിശപ്പില്ലായ്മ അല്ലെങ്കിൽ ഓക്കാനം. ഹൃദയസ്തംഭനത്തിനുള്ള കാരണങ്ങൾ. നിങ്ങളുടെ ഹൃദയപേശികളെ തകരാറിലാക്കുന്ന നിരവധി മെഡിക്കൽ അവസ്ഥകളുണ്ട്. അവസ്ഥയെ കൂടുതൽ വഷളാക്കുന്ന ചില ജീവിതശൈലി തെരഞ്ഞെടുപ്പുകളും ഉണ്ട്. ചില കാരണങ്ങൾ ഇതാണ്. കൊറോണറി ആർട്ടറി രോഗം. നിങ്ങളുടെ ഹൃദയത്തിന് ഓക്സിജൻ അടങ്ങിയ രക്തം ലഭിക്കാത്ത അവസ്ഥയാണിത്. ഇത് ഹൃദയാഘാതത്തിലേക്ക് നയിക്കുന്നു. ജന്മനായുള്ള ഹൃദ്രോഗം. പൂർവികരിൽ നിന്ന് പകരുന്ന ഒരു ജനിതക വൈകല്യം. ഇത് തടയാൻ കഴിയില്ല. പ്രമേഹം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നത് ഹൃദയം ഉൾപ്പെടെയുള്ള നിരവധി ആന്തരിക അവയവങ്ങളെ തകരാറിലാക്കും. ഉയർന്ന രക്തസമ്മർദ്ദം. വർദ്ധിച്ച രക്തസമ്മർദ്ദം ഹൃദയത്തെ സാധാരണയേക്കാൾ വേഗത്തിൽ പമ്പ് ചെയ്ത ഹൃദ്രോഗത്തിന് കാരണമാകുന്നു. വൃക്കരോഗം. വൃക്ക തകരാറിലായതിനാൽ രക്തത്തിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് ഹൃദയാഘാതത്തിന് കാരണമാകും. പുകവലി. പുകവലി ശരീരത്തിൽ വിഷാംശം വർദ്ധിപ്പിക്കുകയും ഓക്സിജൻ വിതരണം കുറയ്ക്കുകയും ചെയ്യുന്നു. പൊണ്ണത്തടി. അമിതഭാരം രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. ഇത് ഹൃദയ അറകളെ തടയുന്നു. ന്യൂസ് ബ്യൂറോ 24 മലയാളം.